എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ വിതരണം 21-ാം തീയതി ബുധനാഴ്ച തന്നെ നടക്കും എന്നുള്ള അറിയിപ്പാണ് വന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് പറയുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഏപ്രിൽ 24-ാം തീയതി പ്രഖ്യാപിച്ച പെൻഷൻ വിതരണം 21-ാം തീയതി ബുധനാഴ്ച വൈകുന്നേരം നടക്കും. കുടിശ്ശികയുള്ള ഒരു മാസത്തെ ഗഡുവും മെയ് മാസത്തെ ഗഡുവും ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഈ മാസം 21 മുതൽ ആരംഭിക്കും. 50 ലക്ഷത്തോളം ആനുകൂല്യധാരികൾക്ക് ഓരോരുത്തർക്കും 3200 രൂപ വീതം ലഭിക്കും. പദ്ധതിക്ക് ആവശ്യമായ 1850 കോടി രൂപ സർക്കാർ അനുവദിച്ചു. 2024 മാർച്ച് മുതൽ എല്ലാ മാസവും 1600 രൂപ വീതം ക്ഷേമ പെൻഷൻ വിതരണം തുടർന്നു വരികയാണ്. ജനുവരി മാസത്തിലും 3200 വിതരണം ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം ഉണ്ടായ 5 മാസത്തെ കുടിശ്ശികയിൽ 1 മാസത്തെ കുടിശ്ശികയാണ് മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഇപ്പോഴും വിതരണം ചെയ്യുന്നത്. ഇതിനകം 2 മാസത്തെ കുടിശ്ശിക വിതരണം ചെയ്തു കഴിഞ്ഞു. ഇതുകൂടിയാകുമ്പോൾ 3 മാസത്തെ കുടിശ്ശിക വിതരണം പൂർത്തിയാകും. ഇനി ശേഷിക്കുന്നത് 2 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ്. അത് ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുത്തു തീർക്കും എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. പെൻഷൻ വിതരണം സുഗമമായി നടത്താൻ സാമൂഹ്യ സുരക്ഷാ വകുപ്പ് അത്യന്തം കൃത്യതയോടെ നടപടി സ്വീകരിച്ചു വരികയാണ്. 26.46 ലക്ഷം ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തുന്നത്. അവർക്കാണ് ബുധനാഴ്ച വൈകുന്നേരം 4 മണിക്ക് ശേഷം അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങുക. 4 മണിക്ക് തുക കയറി തുടങ്ങിയാൽ മണിക്കൂറുകൾക്കകം തന്നെ ഭൂരിഭാഗം ആളുകൾക്കും പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആകും. ശേഷിക്കുന്ന ആളുകൾക്ക് വ്യാഴാഴ്ചയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുകയെത്തും. കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് 300, 200, 500 രൂപയുടെ കുറവ് ആദ്യഘട്ടത്തിലുണ്ടാകും. അവർക്ക് പെൻഷൻ വിതരണത്തിന് ആവശ്യമായിട്ടുള്ള തുകയും സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. മുൻകൂറായി അനുവദിച്ചുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ആ തുക തുടർച്ചയായിട്ട് നൽകുന്നില്ല എങ്കിലും സംസ്ഥാന സർക്കാരിന്റെ സഹായം കൊണ്ട് അവർക്കും 1600 രൂപ ഓരോ മാസത്തേതും ഉറപ്പാക്കി ഈ മാസത്തെ 3200 അവർക്കും എത്തിച്ചേരും. ആദ്യഘട്ടത്തിൽ 600 കുറവുള്ള ആളുകൾക്ക് പിന്നീട് 3-4 ദിവസത്തിന് ശേഷം ആ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് എത്തും. ശേഷം കയ്യിൽ വിതരണം 3 ദിവസത്തിന് അകം ആരംഭിക്കും. സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് പെൻഷൻ വിതരണത്തിന് ആവശ്യമായ ലിസ്റ്റും പണവും ട്രഷറി മുഖാന്തരം എത്തിക്കഴിഞ്ഞാൽ പെൻഷൻ വിതരണം ആരംഭിക്കും. കയ്യിൽ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് ഇൻസെന്റീവ് കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചിരുന്നു. കാത്തിരുന്ന ക്ഷേമ പെൻഷൻ വിതരണമാണ് നടക്കാൻ പോകുന്നത്. അതിന്റെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പാണ് വന്നിട്ടുള്ളത്. പെൻഷൻ വിതരണത്തിന് ആവശ്യമായ 1850 കോടി അനുവദിച്ചുകൊണ്ട് ധനവകുപ്പിന്റെ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ഉത്തരവിന്റെ പകർപ്പ് നമുക്ക് എത്തിയിട്ടില്ല. പകർപ്പെത്തിയാൽ ആ ഒരു വിവരവും വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ദൂരേക്ക്.